പണ്ട് ബസ്സിൽ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവത്തെ പറ്റി പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി എന്നുള്ളൊരു ഏതൊരു വ്യക്തിക്ക് ഉണ്ടാകാൻ പറ്റാവുന്ന അതിൽ ഏറ്റവും ഹേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് ഒരു എനിക്കറിയില്ല പ്രേക്ഷേച്ചിയുടെ അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്? ഞാൻ അനന്തപത്മനാഭന്റെ കല്യാണത്തിന് പോയിട്ട് പിറ്റേ ദിവസം എനിക്ക് കൈരളി ഷൂട്ടുണ്ട്. പപ്പന്റെ കല്യാണത്തിന് പോയിട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് പാലക്കാട് നിന്ന് ബസ്സിൽ കയറിയതാണ്. അപ്പോൾ ഒരു അങ്കമാലി അടുപ്പിച്ച് ഒരു ബസ് എന്തോ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ ബസ്സിലെ ആൾക്കാരും കൂടെ അതിനകത്ത് കയറി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാൻ നിൽക്കുകയായിരുന്നു അത്രയും നേരം. അപ്പം ഇവരെല്ലാം കൂടെ കയറിയപ്പോഴത്തേക്ക് 2 സ്ത്രീകൾ ഇരുന്നെടുത്തു നിന്ന് എന്നെ ഇങ്ങനെ ശകല സ്ഥലം തന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ബസ് കയറിയ ആൾക്കാർ ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുവായിരുന്നു ബാഗും കൈ വെച്ചിട്ട്. പിച്ചോ നുള്ളോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കി ആരെയും കാണൂല. എവിടുന്നോ കൈകൾ വരുന്നു. എവിടുന്നാ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ തല പൊക്കാൻ പറ്റുന്നില്ല. ഇവിടെ പിച്ചോ നുള്ളോ ഒക്കെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കൊല്ലമൊക്കെ എത്തി പിന്നെ ഫോൺ ഓഫായിപ്പോയി. എനിക്കാണെങ്കിൽ ആരെയും വിളിക്കാനും പറ്റില്ല, ശീലവും ഇല്ല. ബസ്സിൽ കയറി ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. ഭയങ്കര തിരക്കാണ്. ആരോട് പറയാനേ, കാണുന്നൊന്നുമില്ല. അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ കാണുന്നുണ്ട്. അവസാനം പോകാൻ നേരത്തെ ആ ഒരു സ്ത്രീ പറഞ്ഞു ഫ്രണ്ടിൽ വന്നിരിക്കും, ഞങ്ങളും കൂടെ ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരു മുമ്പിൽ കൊണ്ടിരുത്തി. മുമ്പിൽ ആ സമയത്താണ് കുറച്ച് ഇടം കുറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ആറ്റിങ്ങിൽ ആ സ്ത്രീ ഇറങ്ങുമ്പോൾ നിങ്ങളും കൂടെ ഇറങ്ങിക്കോ. എന്നിട്ട് അവരുടെ ഫോൺ തന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ആറ്റിങ്ങിൽ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം നോക്കുമ്പോൾ എൻ്റെ ഷോളൊക്കെ ഫുൾ നനഞ്ഞ് എന്തൊക്കെയോ ഭയങ്കര വൃത്തിയായിട്ട ഒരു അനുഭവമായിരുന്നു. ഞാൻ ഓരോ പിന്നെ എനിക്ക് ഭയങ്കര ഷോക്കും വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം ഞാൻ ചെന്ന് ആ കണ്ടക്ടറോട് പറഞ്ഞിങ്ങനെ ആൾക്കാരിങ്ങനെ ഭയങ്കര മോശമായിട്ട് പെരുമാറി. നിങ്ങൾ ഈ ടെലിവിഷനിലൊക്കെ ടി വിയിലൊക്കെ വരുന്നവരൊക്കെ കൂടെ ഇതിനകത്ത് ചാടി വലിഞ്ഞ് കയറണം എന്തിന് ചോദിച്ചു. ആറ്റിങ്ങിൽ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ഉടുപ്പൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ചുരിദാറായിരുന്നു കത്തിച്ചോളാം ഞാൻ. ഈ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ചേച്ചി ഇപ്പൊ വളരെ ഇതായിട്ട് പറഞ്ഞുവെങ്കിലും ഇന്നത്തെ പറയും കുഞ്ഞ ഇപ്പൊ പറയും. ഇപ്പൊ എനിക്ക് ഇതൊക്കെ ഞാൻ അന്നും ഇങ്ങനെ ഇത്ര മനുഷ്യരൊക്കെ ഭയങ്കര നല്ലതാണ്, എല്ലാം ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഷോക്കൊക്കെ. ഇപ്പൊ നമ്മൾ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിൽ കണ്ടും കേട്ടും അങ്ങനെ ഷോക്ക് ഇല്ല ഇപ്പൊ ലൈഫിൽ. എനിക്ക് 53 വയസ്സായി. ഞാനിത് സംഭവിക്കുന്ന 30 വയസ്സിലാണ്. ഇപ്പം നമുക്ക് ജീവിതത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ഒക്കെ കുറേ കൂടെ വേറൊരു ധാരണയല്ലേ. എനിക്കിപ്പോൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തണമെന്നോ ചൂണ്ടി അയ്യേന്ന് ഷെയിം ചെയ്യണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം മനുഷ്യരൊരു സാഹചര്യത്തിൻ്റെ വിക്റ്റിമാണ്. എല്ലാവരും ചെയ്യുന്നത് കൊണ്ടാണ് അവരും ചെയ്യുന്നത്. അത് കുറേ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമില്ല, അത് മാറിക്കോളും. സാധാരണക്കാർക്ക് പോലും മര്യാദയ്ക്ക് ബസ്സിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഈ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയായിരിക്കും ബസ്സിൽ പോകുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്ത്, ഇന്നാണെങ്കിൽ ലുലു മോളിലും അങ്ങനെയുള്ള മോളുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാം തന്നെ ആർട്ടിസ്റ്റുകൾ സജീവമായി ഇറങ്ങി നടക്കാറുണ്ട്. അവരോട് ചിലപ്പോൾ ഒന്നൊരു സെൽഫി ചോദിക്കും, അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇതിനു മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ഒരു ആർട്ടിസ്റ്റ് ഒരു പൊതുജന തിരക്കിലോ അല്ലെങ്കിൽ നടു റോഡിലോ നഗരമധ്യത്തിലോ ഒക്കെ വന്നാൽ അവർക്ക് ചുറ്റും ആളുകൂടും. അവരോട് ചിലപ്പോൾ മോശമായി പെരുമാറും, അവരെ അനുവാദമില്ലാതെ തൊടാനൊക്കെ ശ്രമിക്കും. അങ്ങനെയുള്ള പല നടന്മാരുൾപ്പെടെയുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മോളുകളിലും അല്ലെങ്കിൽ തിയേറ്ററുകളിലും ഒക്കെ പോകുമ്പോൾ തങ്ങളുടെ അനുവാദമില്ലാതെ തങ്ങളുടെ ശരീരത്തിൽ തൊടുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ജനങ്ങളെ പറ്റി അല്ലെങ്കിൽ ചില ആളുകളെ പറ്റി പലരും തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണ ഒരുവിധം എല്ലാ പെൺകുട്ടികൾക്കും ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് മോശം അനുഭവങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഒരു ട്രോമയായിട്ട് ചിലപ്പോഴേക്ക് മാറാറുമുണ്ട്. തനിക്കുണ്ടായ അത്തരത്തിലെ ഒരു വലിയ ട്രോമ, ഒരു അനുഭവത്തെ പറ്റി മാലാപാർവതി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ സിസ്റ്റമാണ് മാറേണ്ടത് എന്നാണ് മാലാപാർവതി പറയുന്നത്. കാരണം ഇന്നാണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് തുറന്ന് പറയാൻ കൂടി പറ്റുന്നത്. നമുക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇയാൾ ഇങ്ങനെ തൊടാൻ ശ്രമിച്ചു, നമുക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പൊതുജനത്തിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാലം അത്രയും മാറിയത് കൊണ്ടാണ്. ഇങ്ങനെ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ജീവിച്ച ആളുകളുണ്ട്.
അത്തരത്തിൽ താൻ ഒരു ബസ്സിൽ കയറിയപ്പോൾ തനിക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമവും എന്നാൽ ആ കണ്ടക്ടറോട് പരാതി പറഞ്ഞപ്പോൾ ഈ സിനിമാ താരങ്ങളെല്ലാം എന്തിനാണ് ഈ ബസ്സിലോട്ട് തള്ളിക്കയറി വരുന്നത് എന്ന രീതിയിൽ റിയാക്ട് ചെയ്തതിനെ കുറിച്ചുമെല്ലാം മാലാ പാർവതി ഇപ്പോൾ പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഈ മാലാ പാർവതിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയും അവരനുഭവിച്ച ഒരു അനുഭവം അല്ലെങ്കിൽ അവർക്കുണ്ടായൊരു മോശം കാര്യത്തെപ്പറ്റി ഓർക്കാതിരിക്കാൻ തരമില്ല. സ്പെൻസർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഗാന്ധി പാർക്ക് വരെയും അവിടെ നിന്ന് തമ്പാനൂർ വരെയാണ് നടന്നത്. എന്ത് മോശം അനുഭവമായിരുന്നു. എന്നോട് ജോൺ സാർ എവിടേക്കോ ഇരുന്ന് മനോരമേൻ്റെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. ജോൺ സാർ എന്നെ വിളിച്ച് ചോദിച്ചു, പാർവതി മാല വല്ലതും ഇട്ടിട്ടുണ്ടോ, സ്വർണ്ണം വല്ലതും ഇട്ടിട്ടുണ്ടോ, പൊട്ടിക്കോ എന്നൊക്കെ. ഞാൻ സ്വർണ്ണമില്ല. ആൾക്കാരിങ്ങനെ സത്യം പറഞ്ഞാൽ ഗാന്ധി പാർക്കിൽ വെച്ച് എന്തോ ഒന്ന് സംഭവിക്കുക അത്രയ്ക്ക് ഞാൻ ഭയന്ന് നിന്നപ്പോൾ പിന്നെ ന്യൂസ് ഇപ്പോഴത്തെ ജനറേഷനിൽ പല ആൾക്കാർക്കും അറിയണ്ടാവില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള ഒരാളായിരുന്നു. ആ സമയത്ത് ചേച്ചിനെ പറ്റി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് വായിച്ച ഓർമ്മയുണ്ട്, ഈ ന്യൂസിനെ പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷെ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് റോഡിൽ ഇറങ്ങി നടന്നപ്പോൾ? അല്ല, ആക്ച്വലി ഇങ്ങനെ റോഡിൽ നടക്കാനുള്ളൊരു സാഹചര്യം പറയാം. ഞാൻ അന്ന് ഈ PR ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാനിത് വാർത്തയുമായിട്ട് മനോരമയിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ജോൺ സാർ ഉണ്ടായിരുന്നു, P. കിഷോർ ഉണ്ടായിരുന്നു, അന്ന് ബിസിനസ് കൺസൾട്ടൻറ്റ്. ഇവർ രണ്ടൊരു മീറ്റിംഗിലായിരുന്നു. അപ്പോൾ ഇത് വാർത്തയൊന്നും അവിടെ ഞാൻ പറഞ്ഞു ഞാനിവിടെ വെച്ചിട്ട് ഞാൻ പോവാന്ന്, കമ്പനിയിൽ നിന്നുള്ള ന്യൂസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാ, എനിക്ക് ഓട്ടോ വെയിറ്റ് ചെയ്ത്. 2 മിനിറ്റ് നിൽക്കുക. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പോകണം, ഓട്ടോ വെയിറ്റ് ചെയ്യും. ഓട്ടോ പോയാൽ എന്താ? ഞാൻ പറഞ്ഞു അയ്യോ രാത്രി തമ്പാനൂർ വഴിയൊക്കെ ഇറങ്ങി നടന്നാലേ നല്ല ചേരായിരിക്കും, ഞാൻ പോട്ടെ, വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിച്ചു എന്ത് പറഞ്ഞു 2 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഈ വാർത്തയുടെ ഫോളോ അപ്പിന് ചെന്നപ്പോഴത്തേക്ക് സാർ 2 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല, ഞാൻ അപ്പം തന്നെ ഇറങ്ങി വന്നില്ല, എന്തിനാ പോയി? ഞാൻ പറഞ്ഞു സാർ അത് ഇങ്ങനെ രാത്രി പോയാൽ എന്തോ സംഭവിക്കും. ഞാൻ പറഞ്ഞു സാർ ഭയങ്കര മോശമായുള്ള ചീത്ത സ്ത്രീകളായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു എന്നാൽ ഒരു ലെറ്റർ എഡിറ്ററിന് ഒരു കത്തെഴുത്താൽ മതി. ഞാൻ പറഞ്ഞു സാർ എഴുതിക്കോ എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞായിട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അഭിസാരികളെ പോലെയാണ് സാധാരണ റോഡിൽ ഇറങ്ങി നടക്കുന്ന സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഒരു കത്ത് എഴുതിയതുപോലെ അവർ തന്നെ എഴുതി. അത് കഴിഞ്ഞ് അവർ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോലീസുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു ഷാഡോ പോലീസിങ് തുടങ്ങാൻ അവർ വില്ലിങ് ആണ്, പക്ഷെ നമ്മളിത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പാർവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അന്നേ പറഞ്ഞു ഞാൻ പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പാർവതി അന്ന് പറഞ്ഞല്ലോ പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത്? സാറ് ഞങ്ങളൊരു ലൊക്കേഷൻ തരാം, നിങ്ങൾ അതുവഴി നടക്ക്, അപ്പം ഞങ്ങൾ നിങ്ങളെ ഒബ്സർവ് ചെയ്യും, എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വാർത്തയാക്കണം. അപ്പം ഞാൻ പറഞ്ഞു ശരി, പക്ഷെ 2 കണ്ടീഷൻ. ഒന്ന്, ഈ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നവരുടെ പടം ഇടരുത്. കാരണം അവരെ ഹേർട്ട് ചെയ്യാനോ അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനോ അല്ല എൻ്റെ ഉദ്ദേശം. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് മാത്രമേ പ്രൂവ് ചെയ്യാവൂ. ഇനി അഥവാ ഇങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ അതും നമുക്ക് പറയണം. 2 പേര് സമ്മതിച്ചു, ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു ദിവസം തീരുമാനിച്ചിട്ട് ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ഹസ്ബൻഡിനോടും ആരോടും പറഞ്ഞില്ല. ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മനോരമയിൽ പോയി 7:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന്. പക്ഷെ അവർ എഴുതിയപ്പോൾ അവരുടെ ആർട്ടിക്കിളിൽ 10 മണിക്ക് ശേഷം നടന്നു എന്നൊക്കെ. ആക്ച്വലി അങ്ങനെയല്ല, ഞങ്ങളൊരു 7:30. അതിപ്പോൾ ഞാൻ ചോദിച്ച സാർ എന്തിനാ നമ്മൾ 8 മണിക്ക് നടന്നിട്ട് സാർ 12 മണിക്ക് ശേഷം എന്ന് എഴുതി, 11 മണിക്ക് നിന്ന് എഴുതിയെന്ന്. അപ്പോൾ പറഞ്ഞു പാർവതി അത് ഇങ്ങനെയൊക്കെ എഴുതിയ നാട്ടുകാർ പേടിച്ചു പോകും, 8 മണിക്ക് തൊട്ട് 11 മണി വരെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവം. ഇപ്പം ഞാൻ 9:45 വീട്ടിൽ എത്തിയെന്ന്. 7 to 9:30 ഞങ്ങൾ നടന്നത്. അപ്പോൾ ആൾക്കാർ അപ്പം തൊട്ടേ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അടുത്തൂടെ വന്ന് കമൻറ്റ് പറയുന്നുണ്ട്, വരുന്നോന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു. ഗാന്ധി പാർക്കിൽ വെച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് ബൈക്കിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കുന്ന പാപ്പച്ചൻ്റെ മോനുണ്ട്, വണ്ടി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി, എന്തോ ഇവിടെ നിൽക്കുന്നു, ഈ നേരത്തെ ഇവിടെ നിന്നൂടാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളി ചാടി ഇറങ്ങി. പറയാനും വയ്യ. ഞാൻ പറഞ്ഞു അയ്യോ അല്ല അത് വേണ്ട ഇവിടെ നിൽക്കാൻ വേണ്ട, വന്നേ ഇവിടെ നിന്നൂടെ, ഇവിടെ വന്നൂടെ, ഓട്ടോറിക്ഷ വിളിക്കട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം, അല്ലെ അച്ഛനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഞാൻ പറഞ്ഞ് ഈ പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സാർ പണി പാളി. അപ്പോൾ അന്നൊരു കാര്യം പറഞ്ഞ് നടന്ന്. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ സതിച്ച് അപ്പുറത്ത് വരാമെന്ന് പറഞ്ഞ് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ വെട്ടിച്ചിട്ട് ഞാനിങ്ങനെ നടന്ന് ക്രോസ് ചെയ്തപ്പോഴാണ് ഒരു മനുഷ്യൻ കൈ കയറി പിടിക്കാൻ വന്നത്. അപ്പോഴത്തേക്ക് എവിടെന്നോ ദൈവദൂതനെ പോലെ ജയചന്ദ്രൻ ചേട്ടനില്ലേ, താടി ഫോട്ടോഗ്രാഫർ, ജയചന്ദ്രൻ ചേട്ടൻ ചാടി വന്നിട്ട് പറഞ്ഞു മതി ഇവിടുത്തെ പരീക്ഷണമൊക്കെ പാർവതി വീട്ടിൽ കൊണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഭയങ്കരമായിട്ട് ചൂടായി. അങ്ങനെ അന്നത്തെ പരിപാടി പോയി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മനോരമയുടെ ഓഫീസിൽ വന്ന് ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞിങ്ങനെ നടന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവുള്ളൂ, അവരുടെ ഫോട്ടോസ് ഇടരുത്. അപ്പോൾ അത് ഇരുട്ടാക്കിയിട്ടാണ് ഒരു ഫോട്ടോസ് ഇട്ടത്.